പാണക്കാട് സാദിഖ് അലി തങ്ങളെ അപകീർത്തിപ്പെടുത്തി ഫേസ്ബുക്ക് പോസ്റ്റിട്ടയാളെ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. പെരിന്തൽമണ്ണ സ്വദേശി മുഹമ്മദ് റോഷനാണ് പ്രതിയെന്നും കാപ്പ കേസിലും പ്രതിയായ ഇയാൾ ഒളിവിലാണെന്നും പോലീസ് അറിയിച്ചു. ദൃശ്യങ്ങളും ഫോട്ടോകളും കാണിച്ച് 15 കോടി രൂപ ആവശ്യപ്പെട്ടു. പെരിന്തൽമണ്ണയിലെ മോളിലേക്ക് സാദിഖ് അലി തങ്ങളുടെ ബന്ധുവിനെ വിളിച്ചുവരുത്തി അവ്യക്തമായ ദൃശ്യങ്ങൾ കാണിച്ചാണ് പണം ആവശ്യപ്പെട്ടതെന്നും പോലീസ് അറിയിച്ചു. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകും. മലപ്പുറത്ത് നിന്ന് ജംഷീർ, വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ്. ഇതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ ആരാണ് ഈ ഒരു വ്യാജ ദൃശ്യങ്ങൾ നിർമ്മിച്ചതും അതിന്റെ പിന്നിൽ ഭീഷണിപ്പെടുത്തിയതെന്നും കൂടി കണ്ടെത്തിയിരിക്കുകയാണ്. എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നു? ജിൻസി, ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമായിരുന്നു ഈ സാദിഖ് അലി തങ്ങൾക്കെതിരെയുള്ള ഫേസ്ബുക്കിൽ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണം, ഫോട്ടോ ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അതിന് സോഷ്യൽ മീഡിയ വഴി ഉണ്ടായി. മാത്രമല്ല, കക്ഷി രാഷ്ട്രീയ ജാതിമത ഭേദമന്യേ അതിനെ എതിർത്തുകൊണ്ട് എല്ലാവരും രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ കേസിലെ നിർണായകമായ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നത്. പെരിന്തൽമണ്ണ സ്വദേശിയായിട്ടുള്ള കാപ്പ കേസ് പ്രതി കൂടിയായിട്ടുള്ള മുഹമ്മദ് റോഷൻ എന്നയാളാണ് ഇത്തരത്തിൽ ഈ വ്യാജ ചിത്രം പ്രചരിപ്പിച്ചതും അതോടൊപ്പം തന്നെ വ്യാജ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ ചിത്രം പ്രചരിപ്പിച്ചിരുന്നത് എന്നാണ് കണ്ടെത്തിയത്. ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയാണ് എന്നുള്ളത് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. കാപ്പ കേസിൽ നാട് കടത്തപ്പെട്ടിരുന്ന ഒരു ആൾ കൂടിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം തന്നെ ഏറ്റവും നിർണായകമായ മറ്റൊരു വിവരം, ഇതുമായി ബന്ധപ്പെട്ടുള്ള നീക്കുപോക്കുകൾ ഇയാൾ 3 മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് ജനുവരി 31 ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ പ്രതി പാണക്കാട് മൊയ്ൻ അലി ശിഹാബ് തങ്ങളെയും അദ്ദേഹത്തിന്റെ സുഹൃത്തിനെയും പെരിന്തൽമണ്ണയിലേക്ക് വിളിച്ചു വരുത്തുകയും പെരിന്തൽമണ്ണ ഉള്ള ഒരു മാളിലേക്ക് വിളിച്ചു വരുത്തുകയും ഈ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കുകയും ഇതിന്റെ വ്യക്തമല്ലാത്ത ചില ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട് ഇത് സാദിഖ് അലി തങ്ങളുടെ ദൃശ്യങ്ങളാണ്, ഇതിനപ്പുറത്തുള്ള കുറെ ദൃശ്യങ്ങൾ കയ്യിലുണ്ട്, ഇതെല്ലാം തന്നെ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുമെന്ന് പറയുകയും മാത്രമല്ല 15 കോടിയോളം രൂപ ആവശ്യപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഈ എഫ്ഐആറിനകത്ത് ഇപ്പോൾ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എഫ്ഐആറിനകത്ത് പറയുന്നത്. അതായത് വ്യാജ ദൃശ്യങ്ങൾ ചമച്ച് അത് ബന്ധുവിനെ കാണിച്ച് ഒരു വലിയൊരു തുക തട്ടിയെടുക്കുകയായിരുന്നു ലക്ഷ്യമെന്ന നിഗമനമാണ് പോലീസിനുള്ളത്. തീർച്ചയായിട്ടും ഇപ്പോൾ അത്തരത്തിലുള്ള നിഗമനമാണ്. അതായത് 3 മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇയാൾ ഇതിനുള്ള ശ്രമങ്ങൾ നടത്തിയിരിക്കുന്നു എന്നുള്ളത് കൃത്യവും വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. അതായത് ഇയാളുടെ ലക്ഷ്യം പണം തട്ടുക എന്നുള്ളതാണ് എന്നുള്ള നിഗമനത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇത്തരത്തിൽ മൊയ്ൻ അലി തങ്ങളെയും അതായത് സാദിഖ് അലി തങ്ങളുടെ ബന്ധുവിനെയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തിനെയും പെരിന്തൽമണ്ണയിലെ ഒരു മോളിലേക്ക് വിളിച്ചു വരുത്തുകയും ഈ ദൃശ്യങ്ങൾ അവരെ കാണിച്ചത് അവ്യക്തമായ ചില ദൃശ്യങ്ങളാണ്. അതായത് ഇത് മാത്രമല്ല, വ്യക്തമായ ദൃശ്യങ്ങളുണ്ട്, അത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കും, ഈ തുക തരണം, അതല്ല ഇതുമായി ബന്ധപ്പെട്ട പരാതിയുമായോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പോലീസിൽ പരാതി നൽകുകയോ ചെയ്യുകയാണെങ്കിൽ അത് ജീവന് ഭീഷണിയാകും എന്ന തരത്തിലുള്ള ഭീഷണിപ്പെടുത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ളതാണ്. അന്ന് 15 കോടി രൂപ ആവശ്യപ്പെട്ടു. പക്ഷേ ആ പണം ലഭിക്കാതെ വന്നതുകൂടിയാണ് ഇപ്പോൾ ഈ മാസം 21 ഇത്തരത്തിൽ ഫേസ്ബുക്ക് വഴി പ്രചരണം നടത്തി ഷാനു എന്നുള്ള ഒരു വ്യാജ ഫേസ്ബുക്ക് വഴിയാണ് ഇത്തരത്തിൽ ഈ പോസ്റ്റ് ഇടുകയും അത് വലിയ തരത്തിൽ പ്രചരണം നേടുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ പ്രതി എന്ന് പറയുന്ന ഇയാൾ പെരിന്തൽമണ്ണ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് റോഷൻ നിരവധി കേസുകളിൽ പ്രതിയാണ് എന്നുള്ളത് കൂടി പോലീസ് പറയുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ പ്രതി ഒളിവിലാണ് എന്നുള്ള വിവരം കൂടിയാണ് പോലീസ് നൽകുന്നത്. ഇയാളെക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇയാളെ എത്രയും വേഗം പിടികൂടാനാകും എന്നുള്ളതാണ്. ഇയാളെ പിടികൂടിയതിനു ശേഷമായിരിക്കും മറ്റു കാര്യങ്ങളിലനുസരിച്ച് സാദിഖ് അലി തങ്ങളുടെ ബന്ധുവിനെ മോളിലേക്ക് വിളിച്ചു വരുത്തി അവ്യക്തമായ ദൃശ്യങ്ങൾ കാണിച്ച് പണം ആവശ്യപ്പെടുകയായിരുന്നു. അതിനുശേഷം പിന്നീട് പണം ലഭിക്കില്ല എന്ന് വ്യക്തമായതോടെ ഇത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചതാണ്. അപ്പോൾ ഈ ഒരു തവണയല്ലാതെ നിരന്തരമായി പണം ആവശ്യപ്പെട്ടുകൊണ്ട് ബന്ധപ്പെടുന്നുണ്ടായിരുന്നു, അതോ ഈ ഒരേ ഒരു തവണയാണോ കണ്ടത്? അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? അത്തരം വിവരങ്ങൾ ഇനിയിപ്പം പാണക്കാട് കുടുംബവുമായി ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം വരേണ്ടതുണ്ട്. അത് ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇപ്പോൾ ലഭിക്കുന്ന പോലീസ് നൽകുന്ന വിവരം അനുസരിച്ച് ഒരു തവണ മോളിലേക്ക് വിളിച്ചു വരുത്തുകയും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി 15 കോടി വേണം എന്നുള്ള ആവശ്യപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നീട് തുടർന്ന് വിളിക്കുകയോ ബന്ധപ്പെടുകയോ ചെയ്തു എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടില്ല. വരും സമയങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് പാണക്കാട് കുടുംബവുമായി ബന്ധപ്പെട്ടൊക്കെ അതിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ ഇപ്പോൾ പോലീസ് പറയുന്നത് ഇയാൾ ഇങ്ങനെ 15 കോടി രൂപ ആവശ്യപ്പെട്ടു, ആരോടും പറയരുത് അല്ലെങ്കിൽ പോലീസിൽ പരാതിപ്പെടരുത്, പരാതിപ്പെട്ടാൽ ജീവഹാനി ഉണ്ടാകും എന്നടക്കമുള്ള ഭീഷണി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നിരവധി തവണ ഒരുപക്ഷെ വീണ്ടും ബന്ധപ്പെട്ടിട്ടുണ്ടാകാം എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പണം ലഭിക്കില്ല എന്ന് വ്യക്തമായതോടുകൂടിയാണ് ഇയാൾ ഇത്തരത്തിലുള്ളൊരു ഫോട്ടോ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
ജംഷീർ, പെരിന്തൽമണ്ണ സ്വദേശി മുഹമ്മദ് റോഷനാണ് ഇപ്പോൾ പ്രതിയെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇയാൾക്കൊരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നുകൂടി വ്യക്തമാവുകയാണ്. മുൻപ് ഇയാൾ ഉൾപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ടോ? നിലവിൽ ഒട്ടനവധി കേസുകളിൽ പ്രതിയാണെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇയാൾ കാപ്പ പ്രകാരം നാടുകടത്തിയ ആളാണ്. നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയാണെന്നാണ്. ഏതൊക്കെ കേസുകളാണ് സംബന്ധിച്ച് അല്പസമയത്തിനകം തന്നെ നമുക്കൊരു വ്യക്തത വരും എന്നുള്ളത് തന്നെയാണ്. നമ്മളിപ്പോൾ പോലീസ് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിവരങ്ങൾ നൽകാമെന്നുള്ളൊരു വിവരമാണ് പോലീസിൽ നിന്ന് ലഭ്യമായിട്ടുള്ളത്. ഇയാൾക്കെതിരെ കേസുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, പാണക്കാട് തങ്ങൾ പോലെയുള്ള ഒരു പ്രമുഖനായ ഒരു നേതാവിനെ ഒരു ആത്മീയ മേഖലയിലും രാഷ്ട്രീയ മേഖലയിലൊക്കെ നിറസാന്നിധ്യമായിട്ടുള്ള കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അംഗീകരിക്കുന്ന ഒരാളെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ആ കുടുംബത്തെ ഭീഷണിപ്പെടുത്തി ഇങ്ങനെ പണം തട്ടാനുള്ള ഒരു ശ്രമം നടത്തുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ തന്നെയാണ്, അത്തരത്തിലൊരു ധൈര്യമുള്ള ഒരാൾ തന്നെയാണ് എന്നുള്ളത് വ്യക്തമാണ്. ഏതായാലും ഇയാളുമായി ബന്ധപ്പെട്ടുള്ള ഒരു പശ്ചാത്തലം എന്താണെന്ന് അല്പസമയത്തിനകം തന്നെ നമുക്ക് നൽകാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇയാൾ നിരന്തരമായി ഈ പാണക്കാട് കുടുംബത്തെ ബന്ധപ്പെട്ടിരുന്നു, ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ നൽകാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത്തരം വിവരങ്ങൾക്ക് കൂടി നമുക്ക് അല്പസമയത്തിനകം തന്നെ മടങ്ങിയെത്തേണ്ടതുണ്ട്. എന്തായാലും വളരെ സുപ്രധാനമായ ഒരു വാർത്ത, അതായത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പേരിൽ വ്യാജ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് അത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിപ്പിച്ച ആളിനെയാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പെരിന്തൽമണ്ണ സ്വദേശി മുഹമ്മദ് റോഷനാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് പോലീസ് പറയുന്നുണ്ട്. ഇയാൾ ഇപ്പോഴും ഒളിവിലാണ്. അപ്പോൾ ഇയാളിലേക്ക് എത്തേണ്ടതുണ്ട് പോലീസിന്. അതേസമയം ഈ ഒരു വ്യാജ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് ഒരു തുക, വലിയൊരു തുക ആവശ്യപ്പെട്ട് സാദിഖ് അലി തങ്ങളുടെ ബന്ധുവിനെ മോളിലേക്ക് വിളിച്ചു വരുത്തുകയൊക്കെ ചെയ്തു. പിന്നീട് തുക ലഭിക്കില്ല എന്ന് വ്യക്തമായതോടുകൂടിയാണ് ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഈ പ്രതി പ്രചരിപ്പിച്ചത് തുടങ്ങിയ വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ പ്രതിയിലേക്ക് എത്താനും ഒരുപക്ഷെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനും കഴിയുമെന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് ജംഷീർ കൊടിഞ്ഞി പങ്കുവച്ചത്.